Good morning, dear students, and warm welcome to our 25th online class. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റിട്ടേണിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫോം ഓഫ് റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ച് മുമ്പൊരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ റിട്ടേൺ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തും കൂടിയും ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഇലക്ട്രോണിക് ഫോം ഓഫ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് സെക്ഷൻ 139D നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഇലക്ട്രോണിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൺലൈൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഇലക്ട്രോണിക് ഫോം ഓഫ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. The board may make rules providing for the class or classes of persons who shall be required to furnish the return in electronic form. Section 139D എന്ന് പറയുന്നത് ഏത് ക്ലാസ് ഓഫ് പേഴ്സൺസ് ആണ് അല്ലെങ്കിൽ SSCs ആണ് ഇലക്ട്രോണിക് ഫോം ഓഫ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 139Dയിൽ പറയുന്നത്. അതുപോലെ തന്നെ ദ ഫോം and the manner in which the return in electronic form may be furnished. ഏത് ഫോമാണ് ഇലക്ട്രോണിക് ഫോം യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഈ ഇലക്ട്രോണിക് ഫോം ഓഫ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുമ്പോൾ ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ മാനർ എന്ന് പറയുന്നതും സെക്ഷൻ 139Dയിൽ പറയുന്നുണ്ട്. ദ ഡോക്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, receipts, certificates or audited reports which may not be furnished along with the return in electronic form but shall be produced before the assessing officer on demand. അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള കാര്യത്തിന് നിർബന്ധമില്ല. പക്ഷേ ഒരു അസസിങ് ഓഫീസർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് SSCs ഫർണിഷ് ചെയ്യണം. എന്തൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ്സ്, റെസീറ്റ്സ്, സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഓഡിറ്റർ റിപ്പോർട്ട്സ് എന്ന് പറയുന്നതാണ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യേണ്ട. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അസസിങ് ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ SSCs അത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. The computer resources or the electronic record to which the return in electronic form may be transmitted. കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫോം ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന് പറയുന്നതായിരിക്കണം സെക്ഷൻ 139D പ്രകാരം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്ഷൻ 139Dയിൽ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഇൻ ഇലക്ട്രോണിക് ഫോംസ് എന്ന് പറയുമ്പോൾ 4 കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. രണ്ടാമത് പറയുന്നത് ഏത് ഫോമാണ് ഇലക്ട്രോണിക് ഫോമിൽ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇലക്ട്രോണിക് ഫോം എന്ന് പറയുന്നത്, നമ്മൾ മാനർ ഓഫ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി. ഇലക്ട്രോണിക് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അറ്റാച്ച്മെൻറ്റുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അസസിങ് ഓഫീസർ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നാലാമത്തെ കാര്യം, ഇലക്ട്രോണിക് ഫോമിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന റിസോഴ്സസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷൻ 140 ആണ് വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ. റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം എങ്ങനെയൊക്കെയാണ് അത് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക്, അതായത് സെക്ഷൻ 139ൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രൊവിഷനാണ് സെക്ഷൻ 140 എന്ന് പറയുന്നത്. ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള SSCസിൻ്റെയും വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇൻഡിവിജ്വൽസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ട്രസ്റ്റ്, ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ സിസ്റ്റമാണ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 140ൽ പറയുന്നത്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു SSC എങ്ങനെയുള്ളതായിരിക്കണം? ഇൻഡിവിജ്വൽ ആയിരിക്കണം. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ബൈ ദ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് or where he is absent from India, by the individual himself or by some person duly authorized by him on his behalf, where he is mentally incapacitated from attending to his affairs by his guardian or any other person competent to act on his behalf, and where for any other reason it is not possible for the individual to verify the return by any person duly authorized by him in his behalf. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്.
ഇനി അദ്ദേഹം ഇന്ത്യയിലില്ല, അദ്ദേഹം ആബ്സെൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓതറൈസ്ഡ് പേഴ്സണിന് എന്ത് ചെയ്യാം, വെരിഫിക്കേഷൻ നടത്താം. ഇനി മെൻ്റലി ഇൻകപ്പാസിറ്റേറ്റഡ് അബ്നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, മെൻ്റലി ഡിസേബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാർഡിയനോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണ് വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. ഇതല്ല വേറെ ഫോർ എനി അതർ റീസൺ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ദ ഇൻഡിവിജ്വലിന് ആ റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് പേഴ്സണിന് വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. സെക്കൻഡ് കാറ്റഗറിയിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ വെരിഫിക്കേഷൻ്റെ കേസാണ് പറയുന്നത്. ഓൺലി ബൈ ദ കർത്തയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നടത്താനായിട്ട് പറ്റുള്ളൂ. വേർ ദ കർത്ത ഈസ് ആബ്സെൻറ്റ് ഫ്രം ഇന്ത്യ or is mentally incapacitated from attending to his affairs by any other adult member of the family. ഇനി കർത്ത മെൻ്റലി ഡിസേബിൾഡ് ആണ് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കാണ് വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുക? ഏതെങ്കിലും ഒരു അഡൾട്ട് മെമ്പർക്ക്, ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഉള്ള ഏതെങ്കിലും ഒരു അഡൾട്ട് മെമ്പറിന് വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. ഇനി തേർഡ് കേസ് ഇൻ ദ കേസ് ഓഫ് ദ കമ്പനിയാണ്. ബൈ ദ മാനേജിംഗ് ഡയറക്ടർ ഓർ വെയർ ഫോർ എനി അൺഅവോയ്ഡബിൾ റീസൺ സച്ച് എ മാനേജിംഗ് ഡയറക്ടർ ഈസ് നോട്ട് ഏബിൾ ടു വെരിഫൈ ദ റിട്ടേൺ ഓർ വെയർ ദർ ഈസ് നോ മാനേജിംഗ് ഡയറക്ടർ ബൈ എനി ഡയറക്ടർ. മെയിനായിട്ട് നടത്താവുന്നത് ആർക്കാണ്? ഡയറക്ടർക്കാണ്. അതെങ്ങനെയുള്ള ഡയറക്ടറാണ്? മാനേജിംഗ് ഡയറക്ടർക്കാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി മാനേജിംഗ് ഡയറക്ടർക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർക്ക് വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. ഇഫ് ദ കമ്പനി ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ദ റിട്ടേൺ മേ ബി വെരിഫൈഡ് ബൈ എ പേഴ്സൺ ഹു ഹോൾഡ്സ് എ വാലിഡ് പവർ ഓഫ് അറ്റോർണി ഫ്രം സച്ച് കമ്പനി ടു ഡു സോ. ഇനി നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണ്, കമ്പനി എന്ന് പറയുന്നത് നോൺ റെസിഡൻ്റ് ആണ്, അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ വാലിഡ് പവർ ഓഫ് അറ്റോർണി വെച്ചുകൊണ്ട് ഒരു ഓതറൈസ്ഡ് മെമ്പർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. ദ വെരിഫൈഡ് ബൈ എ പേഴ്സൺ ഹൂ ഹോൾഡ്സ് എ വാലിഡ് പവർ ഓഫ് അറ്റോർണി. വാലിഡ് പവർ ഓഫ് അറ്റോർണി ആർക്കാണോ കൈവശമുള്ളത് അദ്ദേഹത്തിനാണ് വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇൻ ദ കേസ് ഓഫ് എ ഫേം ആണ്. ഇൻ ദ കേസ് ഓഫ് എ ഫേം ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നത് ബൈ ദ മാനേജിംഗ് പാർട്ട്ണർ ഓർ വെയർ ഫോർ എനി അൺഅവോയ്ഡബിൾ റീസൺ സച്ച് എ മാനേജിംഗ് പാർട്ട്ണർ ഈസ് നോട്ട് ഏബിൾ ടു വെരിഫൈ ദ റിട്ടേൺ ഓർ വെയർ ദർ ഈസ് നോ മാനേജിംഗ് പാർട്ട്ണർ ആസ് സച്ച് ബൈ എനി പാർട്ട്ണർ നോട്ട് ബീയിങ് എ മൈനർ. മാനേജിംഗ് പാർട്ട്ണർക്കാണ് ഒരു ഫേം ആണെങ്കിൽ വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുക. ഇനി പാർട്ട്ണർ എന്ന് പറയുന്നത്, മാനേജിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വെരിഫിക്കേഷൻ നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു മൈനർ അല്ലാത്ത ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഇൻ ദ കേസ് ഓഫ് എ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ്, LLP എന്ന് പറയും. എന്താണ് LLP എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പിനെയാണ് LLP എന്ന് പറയുന്നത്. ബൈ ദ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഓർ വെയർ ഫോർ എനി അൺഅവോയ്ഡബിൾ റീസൺ സച്ച് എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഈസ് നോട്ട് ഏബിൾ ടു വെരിഫൈ ദ റിട്ടേൺ ഓർ വെയർ ദർ ഈസ് നോ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ബൈ എനി പാർട്ട്ണർ. ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർക്കാണ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുക. ഇനി ഏതെങ്കിലും ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർക്ക് ആ സമയത്ത് വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? എനി പാർട്ട്ണർക്ക് വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ ഇൻ ദ കേസ് ഓഫ് എ ലോക്കൽ അതോറിറ്റി. ഒരു ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ ദ പ്രിൻസിപ്പൽ ഓഫീസറിനാണ് വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുക. ഇനി ഇൻ ദ കേസ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ജനറൽ കേസിൽ ആർക്കായിരിക്കും? സെക്രട്ടറിക്ക് ആയിരിക്കും അവിടെ വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് എനി അതർ അസോസിയേഷൻ, വേറെ ഏതെങ്കിലും ഒരു അസോസിയേഷൻ ആണെങ്കിൽ എനി മെമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അസോസിയേഷൻ ഓർ ദ പ്രിൻസിപ്പൽ ഓഫീസർ, ആരെയാണോ അവിടെ പ്രിൻസിപ്പൽ ഓഫീസറായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനാണ് ഏതെങ്കിലും ഒരു അസോസിയേഷനിൽ വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇൻ ദ കേസ് ഓഫ് എനി അതർ പേഴ്സൺ, വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ നേരത്തെ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ഒരു SSC ആണെങ്കിൽ ബൈ ദാറ്റ് പേഴ്സൺ ഓർ ബൈ സം പേഴ്സൺ കോമ്പിറ്റൻറ്റ് ടു ആക്ട് ഓൺ ഹിസ് ബിഹാഫ്, അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് അദ്ദേഹത്തിന് പകരമായിട്ട് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് അവിടെ വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്.
ഇത്രയുമാണ് സെക്ഷൻ 140യുടെ ബേസിൽ നമുക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ ആർക്കൊക്കെയാണ് വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. ഇനി കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമുകളാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ഫോമുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് റൂൾ 12 പ്രകാരം ഏതൊക്കെയാണ് റിട്ടേൺ ഫോമുകൾ എന്നുള്ളത്. അപ്പോൾ അതിൽ ITR 1 തുടങ്ങിയിട്ട് ITR 8 വരെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ITR 1 ആണ്. പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോമുകളിൽ ITR 1 എന്ന് പറയുന്നതിനെ വേറൊരു പേരിൽ പറയുന്നതാണ് സഹജ് എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് ഈ സഹജ് എന്ന് പറയുന്ന ITR 1 അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? Who can use this form? This form can be used by an individual who is a resident other than not ordinarily resident and whose total income includes income chargeable under the head salaries or income in the nature of family pension, income from house property where SSC does not own more than one house property and does not have any brought forward loss or loss to be carried forward, income from other source except winning from lottery and from horse race and does not have loss under that head. ആർക്കൊക്കെയാണ് ഈ ഫോം യൂസ് ചെയ്യാൻ സാധിക്കുക? ഒരു റെസിഡൻറ്റ് ഇന്ത്യനാണെങ്കിൽ അതർ ദാൻ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആവാൻ പാടില്ല. അല്ലാത്ത റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽസിനാണ് ITR 1 എന്ന് പറയുന്ന സഹജ ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കണം? whose total income includes income chargeable under the head salary ആവാം, അല്ലെങ്കിൽ ഇൻകം ഫ്രം ഫാമിലി പെൻഷൻ ആവാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ നോട്ട് മോർ ദാൻ വൺ ഹൗസ്, ഒരു ഹൗസിനേക്കാൾ കൂടുതലായിട്ട് വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ വേറൊരു കണ്ടീഷൻ പറയുന്നത് ഡസ് നോട്ട് ഹാവ് എനി ബ്രോഡ് ഫോർവേഡ് ലോസ്, ബ്രോഡ് ഫോർവേഡ് എന്ന ലോസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ലോസും ഉണ്ടാവാനായിട്ട് പാടില്ല. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണെങ്കിൽ ഏത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല? ലോട്ടറി വിന്നിങ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഹോഴ്സ് റേസ് ഇൻകം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ഡസ് നോട്ട് ഹാവ് എനി ലോസ് അണ്ടർ ദാറ്റ് ഹെഡ്, ആ ഹെഡിൽ ലോസ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ മാത്രമേ ഏത് ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ITR 1 എന്ന് പറയുന്ന സഹജ ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Further, this form can be used by the individual if his total income does not exceed 50 lakhs. 50 ലക്ഷത്തിൽ താഴെയാണ് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ SSCയുടെ ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ അപ്പോഴും ഏത് ഫോം തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ITR 1 എന്ന് പറയുന്ന സഹജ ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ITR 1 എന്ന് പറയുന്ന സഹജ ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ദിസ് ഫോം cannot be used by an individual whose total income includes income from more than one house property, income from winnings from lottery or horse race, income under the head capital gains or income from agriculture in excess of ₹5,000, income from business or profession, loss under the head income from other source, income taxable under section 115 BBDA or income of the nature referred to in section 115 BBE, person claiming relief of foreign tax paid under section 90 or 91, or any person who has assets including financial interest in any entity located outside India, has signing authority in any account located outside India, has income from any source outside India, has income to be apportioned in accordance with the provisions of section 5A. ഇത്രയും പേർക്കാണ് എന്ത് ചെയ്യേണ്ടത്? ITR 1 എന്ന് പറയുന്ന സഹജ ഫോം അപ്ലൈ ചെയ്യാത്തത്. നേരത്തെ നമ്മൾ ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എക്സെപ്ഷണൽ കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതും കൂടിയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വിന്നിങ്സ് ഫ്രം ലോട്ടറിയും ഹോഴ്സ് റേസും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനി പേഴ്സൺ ഹൂ ഹാസ് അസറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു
പേഴ്സണ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ക്ലോസുകൾ പറയുന്നുണ്ട്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ സൈനിങ് അതോറിറ്റി ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 5A പറയുന്ന പ്രൊവിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ആണെങ്കിലും ആ പേഴ്സൺസിനെയും നമ്മൾ ITR 1 എന്ന് പറയുന്ന സഹജ ഫോമിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ITR 1 എന്ന് പറയുന്നത് ആരൊക്കെ യൂസ് ചെയ്യാമെന്നും ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ITR 2 ആണ്. ഇത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? This form can be used by a person being an individual not eligible to use ITR 1 and a Hindu undivided family not having income under the head business or profession. നേരത്തെ നമ്മൾ ITR 1 എലിജിബിൾ അല്ലാത്ത ആൾക്കാർക്ക് ITR 2 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ SSC എന്ന് പറയുന്നത് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്, നോട്ട് ഹാവിങ് ഇൻകം അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ് ഓർ പ്രൊഫഷനിൽ ഇൻകം ഇല്ലാത്ത ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ അവർക്കും ഏത് ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ITR 2 യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ITR 1 യൂസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇൻഡിവിജ്വൽസിനും അതോടൊപ്പം തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്, അവർക്ക് ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ITR 2 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഫോം ITR 3 ആണ്. ഹു ക്യാൻ യൂസ് ദിസ് ഫോം? ആർക്കൊക്കെയാണ് ഈ ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? ദിസ് ഫോം can be used by an individual and Hindu undivided family other than those covered under 1 and 2 above or 4 below and having income under the head business or profession. 1ഉം 2ഉം കാറ്റഗറിയിൽ പെടാത്ത ഏതെങ്കിലും SSCs ഉണ്ടെങ്കിൽ അവർക്ക് ITR 3 എന്ന് പറയുന്ന ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ അതർ ദാൻ ദോസ് കവേർഡ് അണ്ടർ 1 and 2 എബവ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി 1ഉം 2ലും പെടാത്തത്. അതുപോലെ തന്നെ 4ാമത്തെ കാറ്റഗറി നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, ITR 4 എന്ന് പറയുന്ന സുഗം ഫോം. ആ സുഗം ഫോമും അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഏത് ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? ITR 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാവിങ് ഇൻകം അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഉള്ള ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിലും ഏത് ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ITR 3 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ITR 4 എന്ന് പറയുന്ന സുഗം ഫോം ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. This form can be used by an individual, Hindu undivided family or a firm other than LLP. എന്താ LLP എന്ന് പറഞ്ഞാൽ ആരും മറന്നിട്ടില്ലല്ലോ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അങ്ങനെയുള്ള ഫേമുകൾക്കും whose total income for the assessment year includes profits and gains of business or profession and salaries or income in the nature of family pension, income from house property, income from other source except winning from lotteries and income from race horses and does not have loss under that head. അപ്പോൾ ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, അതോടൊപ്പം തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുള്ള ഫേമിനും ഏത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ITR 4 എന്ന് പറയുന്ന സുഗം ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ടോട്ടൽ ഇൻകത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഹൂസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. സാലറി, ഇൻകം ഫ്രം ഫാമിലി പെൻഷൻ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതർ സോഴ്സ് എന്ന് പറയുന്നതിൽ വിന്നിങ്സ് ഫ്രം ലോട്ടറി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇൻകം ഫ്രം റേസ് സോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഏതെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഏതൊക്കെയാണ് ITR 4 സുഗം എന്ന് പറയുന്ന ഫോം അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തവർ? ദിസ് ഫോം cannot be used by an individual or Hindu undivided family or firm other than limited liability partnership to file return from the following. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP അല്ലാത്തവർക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫേം അതർ ദാൻ എ LLP അവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദിസ് ഫോം cannot be used by an individual or Hindu undivided family
or a firm, that is limited liability to file. ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇൻകം ഫ്രം മോർ ദൻ വൺ ഹൗസ് പ്രോപ്പർട്ടി, ഒരു വീടിനേക്കാൾ കൂടുതലായിട്ടുള്ള ഇൻകം ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വിന്നിങ്സ് ഫ്രം ലോട്ടറിയോ ഹോഴ്സ് റേസോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഉണ്ടെങ്കിൽ, അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എക്സസ് ഓഫ് 5,000 ഉണ്ടെങ്കിൽ, ഇൻകം ടാക്സബിൾ അണ്ടർ ദ ഹെഡ് 115 BBDA അതുപോലെ തന്നെ 115 BBE എന്ന് പറയുന്ന കാറ്റഗറിയിലുണ്ടെങ്കിൽ, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ പേഴ്സൺസ് ക്ലെയിമിംഗ് റിലീഫ് ഓഫ് ഫോറിൻ ടാക്സ് പെയ്ഡ്, ഫോറിൻ ടാക്സ് പെയ്ഡിൽ റിലീഫ് ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു SSA ആണെങ്കിൽ, എനി റെസിഡൻറ്റ് അതർ ദൻ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഹാവിംഗ് എനി അസറ്റ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എനി എൻറ്റിറ്റി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ സൈനിങ് അതോറിറ്റി ഇൻ എനി അക്കൗണ്ട് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഹാവിംഗ് ഇൻകം ഫ്രം എനി സോഴ്സസ് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ ITR 1 പറഞ്ഞ സെയിം കാറ്റഗറി തന്നെയാണ്. ഏതെങ്കിലും ഒരു റെസിഡൻറ്റ് അതർ ദൻ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, അങ്ങനെയുള്ളൊരു റെസിഡൻഷ്യൽ കാറ്റഗറി ആണെങ്കിൽ അസറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, അതല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലെ സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഈ ITR 4 എന്ന് പറയുന്ന സുഗം ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ഫോം ITR 5 ആണ്. ദിസ് ഫോം ക്യാൻ ബി യൂസ്ഡ് ബൈ എനി പേഴ്സൺ നോട്ട് ബീയിങ് എൻ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർ എ കമ്പനി ഓർ എ പേഴ്സൺ ഹൂ കനോട്ട് യൂസ് ITR 7 ബിലോ. ITR 7 പറയുന്ന ഫോം അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഏത് ഫോം അപ്ലൈ ചെയ്യാൻ പറ്റുക, ITR 5 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഫോം ആർക്കൊക്കെ യൂസ് ചെയ്യാം? എനി പേഴ്സൺ നോട്ട് ബീയിങ് എൻ ഇൻഡിവിജ്വൽ ആവാൻ പാടില്ല, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഒരു കമ്പനി ആവാനായിട്ട് പാടില്ല. അത് അല്ലാത്ത എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാം? ITR 5 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഹൂ കനോട്ട് യൂസ് ITR 7 എന്ന് പറയുന്നത്. ITR 7 അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ഏത് ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ITR 5 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ITR 6 ആണ്. ദിസ് ഫോം ക്യാൻ ബി യൂസ്ഡ് ബൈ എ കമ്പനി നോട്ട് ബി എ കമ്പനി ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 11. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന കേസ് എന്ന് പറയുന്നത് ITR 6 പറയുന്നത് ഏതൊക്കെ കാറ്റഗറിയാണ്? ദിസ് ഫോം ക്യാൻ ബി യൂസ്ഡ് ബൈ എ കമ്പനി, ഒരു കമ്പനിക്കാണ് ITR 6 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. നോട്ട് ബി എ കമ്പനി ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 11. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നത് എന്താണ്? അണ്ടർ സെക്ഷൻ 11 ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആവാനായിട്ട് പാടില്ല. അല്ലാത്ത എല്ലാ കമ്പനികൾക്കും ഏത് ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ITR 6 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ITR 7 ആണ്. നമ്മൾ നേരത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ITR 7 അപ്ലൈ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇവിടെ ITR 7 എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? This form can be used by a person including a company whether or not registered under section 25 of the Companies Act, required to furnish return under section 139(4)(a) or 139(4)(b) or 139(4)(c) or 139(4)(d) or 139(4)(e) or 139(4)(f. ഇവിടെ പറയുന്നത് ആർക്കൊക്കെയാണ്, എങ്ങനെയുള്ള SSCസിനാണ് ITR 7 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? എനി പേഴ്സൺ ഇൻക്ലൂഡിങ് എ കമ്പനി, ഒരു കമ്പനി അടക്കമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നത് എന്താണ്? വെദർ ഓർ നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 25 ഓഫ് ദ കമ്പനീസ് ആക്ട്. അണ്ടർ സെക്ഷൻ 25 പ്രകാരം കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം നിർബന്ധമില്ല. പക്ഷേ എന്ത് ചെയ്തിരിക്കണം? റിക്വയർഡ് ടു ഫർണിഷ് അണ്ടർ സെക്ഷൻ 139(4)(a) തുടങ്ങിയിട്ട് 4(f) വരെയുള്ള റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ITR 7 എന്ന് പറയുന്ന ഫോം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് എക്സാമ്പിൾ പറയുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ട്രസ്റ്റുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, പൊളിറ്റിക്കൽ പാർട്ടീസ്, അതിലൊക്കെയാണ് നമുക്ക് ITR 7 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ സെക്ഷൻ 10 പറയുന്ന ചില സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നവരാണ്. അവർക്കും ഏത് ഫോം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ITR 7 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് ഫോം എന്ന് പറയുന്നത് റിട്ടേൺ ഈസ് ട്രാൻസ്മിറ്റഡ് ഇലക്ട്രോണിക്കലി വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ.
ഡിജിറ്റൽ സിഗ്നേച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഫോംസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഫോംസ് ITR 8 പ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാനർ ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നതാണ്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ആയിട്ട് തന്നെയുണ്ട്. ഈസി ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ആ റിട്ടേൺ ഓഫ് ഇൻകം എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് ദ മാനർ ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ആദ്യത്തെ കേസ് നമുക്ക് ഇൻഡിവിജ്വലോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷൻസ് 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആർ റിക്വയർഡ് ടു ബി ഓഡിറ്റഡ് അണ്ടർ സെക്ഷൻ 44AB. സെക്ഷൻ 44ABയിൽ ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുക? ഇലക്ട്രോണിക്കലി ഡിജിറ്റൽ സിഗ്നേച്ചറോട് കൂടിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് 44ABയിൽ ഓഡിറ്റ് ചെയ്യാത്ത കേസുകളാണെങ്കിൽ an individual resident in India and of the age of 80 years or more whose income does not exceed 5 lakhs rupees, no refund is claimed, and who furnish return in ITR 1 that is Sahaj or ITR 4 Sugam. കണ്ടീഷൻസ് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം, അത് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, ഏജ് എന്ന് പറയുന്നത് 80 വയസ്സിനേക്കാൾ കൂടുതൽ ഉണ്ടാവുകയും ഇൻകം 5 ലക്ഷത്തിനേക്കാൾ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ റീഫണ്ട് ക്ലെയിം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു SSC ആണെങ്കിൽ, അതുപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് 2 ഫോം ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ITR 1 എന്ന് പറയുന്ന സഹജ ഫോമോ ITR 4 എന്ന് പറയുന്ന സുഗം ഫോമോ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത്? 4 മെത്തേഡ് പറയുന്നുണ്ട്. ഒന്ന് ഇലക്ട്രോണിക്കൽ ഫോമിലോ അല്ലെങ്കിൽ പേപ്പർ ഫോമിലോ നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക് ഫോം ആണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ കമ്പൽസറി ആണ്. ഇനി പേപ്പർ ഫോം ആണെങ്കിൽ റിട്ടേൺ ഫോർമാറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി 3ഉം 4ഉം കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇൻ ദ റിട്ടേൺ ഇലക്ട്രോണിക്കലി അണ്ടർ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡോട് കൂടി ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ഒരു മോഡ് ഉപയോഗിച്ചുകൊണ്ട്, ആ മാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതേസമയം ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇൻ ദ റിട്ടേൺ electronically and thereafter submitting the verification of the return in form 5 or paper form. അതായത് നമ്മുടെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ITR 8 അല്ലെങ്കിൽ 5 എന്ന് പറയുന്നത് ആ ഫോമാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ട് വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ വരുമ്പോൾ ഡാറ്റാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് വഴിയാണ് ചെയ്യുന്നത്? ITR 5 എന്ന് പറയുന്ന ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പേപ്പർ ഫോം ഉപയോഗിക്കാം. ഇനി ഈ പറഞ്ഞ 2 കാറ്റഗറിയും അല്ല എന്നുണ്ടെങ്കിൽ, അതായത് 44ABയിൽ വരുന്ന ഓഡിറ്റഡ് SSCs അല്ല എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കേസിൽ പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ വേറെ ഏത് കേസിലാണെങ്കിലും എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? ആസ് ഇൻ ദ എബവ് കേസ് A, B, C ആൻഡ് നോട്ട് ഇൻ പേപ്പർ ഫോം. ഒരിക്കലും ഏത് ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല? പേപ്പർ ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഏതൊക്കെ ഫോമാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യുകയും ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യുകയും ചെയ്യുക. തേർഡ് കേസ് എന്ന് പറയുന്നത് ഡാറ്റാസ് ഇലക്ട്രോണിക്കലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ITR 5 പ്രകാരം വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോമും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 3 കണ്ടീഷൻസിലും മാനർ ഓഫ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് കമ്പനിയാണ്. കമ്പനി ആണെങ്കിൽ ഇൻ ഓൾ കേസസ്, എല്ലാ കേസസിലും ഒരേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക്കലി അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ മാത്രമേ കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻഫോർമേഷൻസും ഫർണിഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് എ പേഴ്സൺ റിക്വയർഡ് ടു ഫർണിഷ് ദ റിട്ടേൺ ഇൻ ഫോം ITR 7.
ഫോം ITR 7-ൽ പറയുന്ന കാറ്റഗറിയിലുള്ള SSCs ആണെങ്കിൽ ഇനി പറയുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ ITR 7-ൽ എങ്ങനെയുള്ള ആൾക്കാരെയാണ് പറയുന്നത്? ഇൻക്ലൂഡിങ് കമ്പനി ആയിട്ടുള്ള എനി പേഴ്സൺസ്, അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് സെക്ഷൻ 25 പ്രകാരം രജിസ്റ്റർ ചെയ്തിടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഏതൊക്കെ സെക്ഷൻസാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? സെക്ഷൻ 139 4A തുടങ്ങിയിട്ട് 4F വരെ ഉപയോഗിച്ചിട്ടുള്ള എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലാണ്, അതായത് ചാരിറ്റബിൾ ട്രസ്റ്റ്, റിലീജിയസ് ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരൊക്കെയാണ് ITR 7 എന്ന് പറയുന്നത് ഫോം ഫയൽ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 2 കണ്ടീഷൻസാണ് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിൽ ഇലക്ട്രോണിക്കലി ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ഇൻഫോർമേഷൻസും ഫർണിഷ് ചെയ്യേണ്ടത്. അതേസമയം ബാക്കിയുള്ള എല്ലാ കേസുകളും, അതായത് റിലീജിയസ് ട്രസ്റ്റോ ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അണ്ടർ സെക്ഷൻ 10-ൽ വരുന്ന എക്സംഷൻ കേസുകളാണെങ്കിൽ അവിടെ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? A, B and C എന്ന് പറയുന്ന കേസുകൾ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പേപ്പർ ഫോമിൽ ഒരിക്കലും റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ A, B, C എന്ന് പറയുന്ന ഫോമുകൾ ഏതൊക്കെയാണ്? ഡിജിറ്റൽ സിഗ്നേച്ചറോടുകൂടി ഇലക്ട്രോണിക് മെത്തേഡിൽ ഇൻഫോർമേഷൻസ് ഫർണിഷ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡാറ്റാസ് ഇലക്ട്രോണിക്കലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ വെരിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡാറ്റാസ് വെരിഫൈ ചെയ്യേണ്ടത്. തേർഡ് കാറ്റഗറിയിൽ പറയുന്നത് ഡാറ്റാസ് ഇലക്ട്രോണിക്കലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫോം ITR 5 പ്രകാരമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എത്രയും ഫോം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസ് ഡാറ്റാസ് ഫർണിഷ് ചെയ്യേണ്ടതാണ് ITR 7-ൽ ചെയ്തിട്ടുള്ള SSCs ആണ് എന്നുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റ് കാറ്റഗറി പറയുന്നത് ഫേമോ അല്ലെങ്കിൽ LLP ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഓർ എനി പേഴ്സൺ ഹു ഈസ് റിക്വയർഡ് ടു ഫയൽ റിട്ടേൺ ഇൻ ഫോം ITR 5. ITR 5-ൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു SSCs ആണെങ്കിൽ 2 കേസ് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കോർഡിംഗ് ടു സെക്ഷൻ 44AB പ്രകാരം അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക്കലി അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. ഇനി രണ്ടാമത്തെ കേസ്, ബാക്കി ഏതൊരു കേസാണെങ്കിലും ഏതൊരു ഫേം ആണെങ്കിലും ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള ഒരു ഫേം ആണെങ്കിൽ അല്ലെങ്കിൽ ITR 5 എന്ന് പറയുന്ന ഫോം ഉപയോഗിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ നേരത്തെ പറഞ്ഞുള്ള A, B, C എന്ന് പറയുന്ന കേസ് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എക്സെപ്റ്റ് പേപ്പർ ഫോം. പേപ്പർ ഫോം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പേപ്പർ ഫോം ഉപയോഗിക്കുന്ന ഒരേ ഒരു കേസേ ഉള്ളൂ. ഏതാണ് കേസ്? ഇൻഡിവിജ്വൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ് എന്നുണ്ടെങ്കിലും ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് എന്ന് പറയുന്നത് റെസിഡൻ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 80 വയസ്സിനേക്കാൾ മേലെയാവുകയും 5 ലക്ഷത്തിൽ താഴെയാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ITR 1 അല്ലെങ്കിൽ ITR 4 ചെയ്തിട്ടുള്ള ഫോം ഫയൽ ചെയ്തിട്ടുള്ള ഒരു SSC ആണെങ്കിൽ മാത്രമേ പേപ്പർ ഫോം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കി എല്ലാ കേസിലും പേപ്പർ ഫോം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ സെയിം റൂള് തന്നെയാണ് ഇവിടുത്തെ 4ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഫേംസിൻ്റെ കേസിലും വരുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെയാണ് ഡാറ്റാസ് ഫർണിഷ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇലക്ട്രോണിക്കലായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ഫർണിഷ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക്കൽ സൊല്യൂഷൻസ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ വെരിഫിക്കേഷനായിട്ട് ഇലക്ട്രോണിക്കൽ വെരിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡാറ്റാസ് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ITR 5 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡും കൂടി നമുക്ക് ഫേം അല്ലെങ്കിൽ LLPയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാനർ ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഇവിടെ പറയുന്നത് ആസ് പെർ സെക്ഷൻ 139(1)(b) പ്രകാരം SSC ക്യാൻ ഫർണിഷ് റിട്ടേൺ ഓഫ് ഹിസ് ഇൻകം ഹിംസെൽഫ് ഓർ ത്രൂ എൻ ഏജൻറ്റ്. അദ്ദേഹം സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ വഴി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വഴി ഒരു ഏജൻറ്റ് വഴി റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ സെക്ഷൻ 139(b) എന്ന് പറയുന്നതിൽ പറയുന്ന കാര്യങ്ങൾ ഫോർ ദ പർപ്പസ് ഓഫ് എനേബിളിംഗ് എനി സ്പെഷ്യൽ ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് എ പേഴ്സൺ ടു പ്രിപ്പയർ ആൻഡ് ഫർണിഷ് റിട്ടേൺസ് ഓഫ് ഇൻകം ദ CBDT മേ ഫ്രെയിം എ സ്കീം providing that such a person may furnish their return through a tax return preparer authorized to act as such under the scheme.
ഒരു അസസിങ് ഓഫീസർ അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രിപ്പയറർ, അതായത് TRP എന്ന് പറയും, ടാക്സ് റിട്ടേൺ പ്രിപ്പയറർ ആണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിന് SSCക്ക് വേണ്ടിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് സ്കീം ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ എ കമ്പനി ഓർ എ പേഴ്സൺ who is required to undergo a tax audit or audit under any other law. ഇത് ഈ TRPയുടെ ഒരു സർവീസ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, സ്കീം അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ആർക്കൊക്കെയാണ്? കമ്പനി, അതുപോലെ തന്നെ പേഴ്സൺ ഹൂ ഈസ് റിക്വയർഡ് ടു അണ്ടർഗോ എ ടാക്സ് ഓഡിറ്റ്. ടാക്സ് ഓഡിറ്റിൻ്റെ അണ്ടറിൽ പോകുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമപ്രകാരം ഓഡിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട്സ് ആണെങ്കിൽ, സെക്ഷൻ 44AB പ്രകാരം ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വേറൊരു ഏജൻറ്റിൻ്റെ, അതായത് TRPയുടെ സഹായം ആലോചിക്കാനായിട്ട് അല്ലെങ്കിൽ സഹായം നേടാനായിട്ട് പാടില്ല. It has also been provided that the TRP may be an individual other than a person referred to in section 288 subsection 2 or an employee of the specified class or classes of person who has been authorized to act as a TRP under the proposed scheme. അപ്പോൾ ഈ സെക്ഷൻ 139Bയിൽ പറയുന്ന ആ സ്കീം പ്രകാരം ആർക്കൊക്കെയാണ് TRP ആവാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ പറയുന്നത് ഇറ്റ് ഓൾസോ ബീൻ പ്രൊവൈഡഡ് ദാറ്റ് TRP മേ ബി എൻ ഇൻഡിവിജ്വൽ. TRP എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം, അതർ ദാൻ എ പേഴ്സൺ റെഫർ ടു സെക്ഷൻ 288 സബ്സെക്ഷൻ 2. 288 സബ്സെക്ഷൻ 2 പറയുന്ന ഒരു പേഴ്സൺ ആവാനായിട്ട് പാടില്ല. പക്ഷേ ഓർ എൻ എംപ്ലോയി ഓഫ് ദ സ്പെസിഫൈഡ് ക്ലാസ് ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഹൂ ഹാസ് ബീൻ ഓതറൈസ്ഡ് ടു ആക്ട് ആസ് എ TRP. അതേസമയം ഒരു ഓതറൈസ്ഡ് എംപ്ലോയിയോ സ്പെസിഫൈഡ് ക്ലാസ്സിൽ പെടുന്നതോ അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് പേഴ്സൺസോ ആവാനായിട്ട് സാധിക്കും. ഇൻ അതർ വേർഡ്സ്, ദ ഫോളോയിങ് പേഴ്സൺസ് ആർ നോട്ട് ഓതറൈസ്ഡ് ടു ആക്ട് ആസ് എ TRP. അത് പഠിക്കാതിരിക്കും എളുപ്പം. ആർക്കൊക്കെയാണ് TRP ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കാത്തത്? അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷനുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദ ഫോളോയിങ് പേഴ്സൺസ് ആർ നോട്ട് ഓതറൈസ്ഡ് ടു ആക്ട് ആസ് എ TRP. താഴെ പറയുന്ന ആൾക്കാരെ നമുക്ക് TRP ആയിട്ട് ഓതറൈസ് ചെയ്തിട്ടില്ല. ആരൊക്കെയാണ്? ഒരു ലീഗൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, any officer of a scheduled bank in which the SSC maintains a current account or has regular dealings. റെഗുലർ ഡീലിങ്സ് ഉള്ള ഒരു ബാങ്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബാങ്കോ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസർ ആണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ നമുക്ക് എന്തായിട്ട് വെക്കാൻ പറ്റില്ല? TRP ആക്കിയിട്ട് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആരൊക്കെയാണ് TRP ആക്കിയിട്ട് വെക്കാനായിട്ട് സാധിക്കാത്തത്? ദ ഫോളോയിങ് പേഴ്സൺസ് ആർ നോട്ട് ഓതറൈസ്ഡ് ടു ആക്ട് ആസ് എ TRP. ആരൊക്കെയാണ്? ലീഗൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ഒരു ഓഫീസർ. ആ SSCയുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കോ അല്ലെങ്കിൽ റെഗുലറായിട്ട് ഡീലിങ്സ് നടത്തുന്ന ബാങ്ക് ആണെങ്കിൽ അവരെ ഒരിക്കലും എന്തായിട്ട് വെക്കാൻ പറ്റില്ല? TRP ആക്കിയിട്ട് വെക്കാനായിട്ട് സാധിക്കില്ല. The scheme framed CBDT may provide for the following. ഈ സെക്ഷൻ 139B എന്ന് പറയുന്ന TRPനെ അപ്പോയിൻ്റ് ചെയ്യുന്നൊരു സ്കീമിനെ കുറിച്ചിട്ട് CBDT സ്പെഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ദ മാനർ ഇൻ വിച്ച് ആൻഡ് ദ പീരീഡ് ഫോർ വിച്ച് ദ TRP ഷാൽ ബി ഓതറൈസ്ഡ്. എങ്ങനെയാണ് TRP വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നതും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ദ എഡ്യൂക്കേഷണൽ ആൻഡ് അതർ ക്വാളിഫിക്കേഷൻ ടു ബി പൊസസ്ഡ് ആൻഡ് ദ ട്രെയിനിങ് ആൻഡ് അതർ കണ്ടീഷൻസ് റിക്വയർഡ് ടു ബി ഫുൾഫിൽഡ് ബൈ ദ പേഴ്സൺ ടു ആക്ട് ആസ് എ TRP ആവണമെങ്കിൽ എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ ആ ക്വാളിഫിക്കേഷൻസിന് പുറമേ ട്രെയിനിങ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ വേണം എന്നുള്ളതും ഇവിടെ പ്രത്യേകമായിട്ട് CBDT പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ കോഡ് ഓഫ് ദ കണ്ടക്ട് ഫോർ ദ TRP അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ കോഡാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദ TRP എന്ന് പറയുന്നതും ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഓതറൈസേഷൻ ഗിവൺ ടു TRP മേ ബി വിഡ്രോൺ. അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു TRPയെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക, അത് എപ്പോഴാണ് ഒരു ഓതറൈസേഷൻ എന്ന് പറയുന്നത് കൊടുത്തുകൊണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഓതറൈസേഷൻ ഗിവൺ ടു TRP മേ ബി വിഡ്രോൺ. TRP എന്ന് പറയുന്നത് എപ്പോഴാണ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ എനി അതർ പേഴ്സൺ
or any other matter which is required to be specified by the scheme for the purpose of this section. ഇനി വേറെ ഏതെങ്കിലും ഒരു കാരണത്താൽ any other matter which is required to be specified by the scheme for the purpose of this section. അദ്ദേഹത്തിന് എപ്പോഴാണ് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളും CBDT പ്രത്യേകമായിട്ട് പ്രൊവിഷൻസ് സെക്ഷൻ 139(b) പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CBDT പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഇന്നത്തെ തിയറി ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ആ തിയറി വായിച്ചു നോക്കുക. എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ